ഇന്നത്തെ പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം നമ്മുടെ സൂചനാ സമരം എന്താണെന്നും ആ ഗവൺമെൻറ്റിനെതിരെയാണെന്നും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച പത്രസമ്മേളനത്തിൽ നമ്മൾ ആഞ്ഞു പറഞ്ഞു, അതെല്ലാം ഉറപ്പിച്ച് പറഞ്ഞു ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ളത്. പക്ഷെ പിന്നെ വന്നത് ജൂൺ നടക്കാൻ പോകുന്ന നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നടത്തുമെന്ന് പറഞ്ഞ സ്ട്രൈക്കിനെ പറ്റിയാണ്. അത് വളരെ പരിതാപകരമായിരുന്നു മീഡിയയുടെ സൈഡിൽ നിന്ന്. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് അത് വന്നത് അതൊരിക്കലും ഇതൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമാണ് ആ സമയത്ത് ഡെഫിനറ്റായിട്ട് ഇപ്പം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയണേ. അതായത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എത്രയോ സമയങ്ങളുണ്ട്. ആ സമയത്തിനുള്ളിൽ ചർച്ച നടക്കും, അല്ലെങ്കിൽ അതിൻ്റെ വഴികളുണ്ടാവും. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് സമയമില്ലേ? അതിനെപ്പറ്റി ഇപ്പോഴേ പറയണ എങ്ങനെയാണ്? എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കുറക്കണ്ട. ഞങ്ങൾ പറയണതാണ്, ഞങ്ങൾക്ക് കുറക്കണ്ട. അവരാരും തന്നെ പേഴ്സൻറ്റ് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പടം എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചിട്ട്, ചേംബറിനെ ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ. എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്? അല്ല, തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും അല്ല. അല്ലെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രേമലും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ മറ്റുള്ള പടങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം അത് പ്രൂവ് ചെയ്ത കാര്യമല്ലേ? അത് കത്ത് വന്ന എല്ലാ കത്തിനും മറുപടി കൊടുക്കും. അവരുടെ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. അത് മറുപടി വന്നിട്ടില്ല. 7 ദിവസം ആകുന്നേ ഉള്ളൂ. 7 ദിവസമായി. ഇനി ഒരു 3 ദിവസം അതിൻ്റെ കത്ത് അയച്ചാൽ തന്നെ മറുപടി 7 ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. മറുപടി വന്നില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. നിങ്ങളെപ്പോലുള്ള നിർമ്മാതാക്കൾ ആ താരത്തെ, ചില നിർമ്മാതാക്കൾ ആ താരത്തെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പൈസ പറയാനുള്ള ഒരു അധികാരമില്ലേ? ഒരു ചോദ്യമാണ്. ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നിർമ്മാതാക്കളും അയാളുടെ പുറകെ പോകാതിരിക്കുന്നത് ഏറ്റവും ഉചിതം. അതെ, അതാണ് ഇതൊക്കെ പറഞ്ഞത്. അത് തന്നെയാണ് സെയിം അല്ലേ പറഞ്ഞത്. അതായത് ആവശ്യമുള്ളവർ സംസാരിച്ച് ആ പൈസക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ ചെയ്യുന്ന കാര്യം. എൻ്റെ പൊന്നലി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അല്ല, പുതിയ സംസ്കാരം സിനിമക്ക് ഉണ്ടാവണം ഒരാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇന്ന് ആരഭിനയിച്ചാലും OTT സെയിലും ഇല്ല, സാറ്റലൈറ്റ് സെയിലും ഇല്ല, മറ്റുള്ള കച്ചവടങ്ങളും ഇല്ല. പിന്നെ എന്തിനാണ് താരങ്ങൾ? ടോട്ടൽ കളക്ഷൻ്റെ 30% തിയേറ്ററുകാർ നിന്നിട്ട് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100 രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ 30 രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് പോകുന്ന എമൗണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർക്ക് 25 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടേ കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം. എന്ത് കാര്യത്തിനും തിയേറ്ററുടെ കുത്തിപ്പിഴിഞ്ഞ് കാശെടുക്കാമെന്നുള്ളൊരു സമീപനം ഗവൺമെൻറ് മാറ്റണം. പിന്നെ ലൈസൻസിങ് സിസ്റ്റം, ഒരു തിയേറ്ററിൻ്റെ ലൈസൻസ് പുതുക്കുന്നത് ഇന്നൊരു കടമ്പയായിട്ട് മാറിയിരിക്കുന്നത്. കാര്യം അതിലെല്ലാം ഗവൺമെൻറ് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തി പരമാവധി ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഏകജാലകമാക്കണം തിയേറ്ററിംഗ് ലൈസൻസ്. കാര്യം നമുക്കൊരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറായി മാറിയിട്ടുണ്ട്. 1947 മുമ്പ്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിലവിൽ ഏർപ്പെടുത്തിയ രീതികളാണ് ഇന്നും ഗവൺമെൻറ് പിന്തുടരുന്നത്. തിയേറ്റർ ലൈസൻസിനായാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ഒരു ഓപ്പറേറ്റർ ലൈസൻസ് വേണം. നിങ്ങൾക്കറിയാം, പഴയ ഒരു പ്രൊജക്ടർ കലാഭവനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റീൽ ഓടിച്ച് കാണിച്ചു കൊടുക്കണം ഓപ്പറേറ്റർ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ. ഇന്ന് ആ പഴയ പ്രൊജക്ടർ വെച്ച് ആരെങ്കിലും സിനിമ ഓടിക്കുന്നുണ്ടോ? ഇന്ന് ഡിജിറ്റൽ പ്രൊജക്ടറാണ്. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റിംഗ് ലൈസൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പഴയ ഒരു പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്, അതിൽ ഫിലിം ഓടിച്ച് കാണിച്ചു കൊടുക്കണം ഓപ്പറേറ്റർ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ. ഈ സൈസ് സിസ്റ്റത്തിനാണ് ഒരു ചേഞ്ച് വേണ്ടത്. അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു ശാശ്വത, അതിന് തീർച്ചയായിട്ടും തിയേറ്ററുകളും ഉൾപ്പെടെ തിയേറ്ററുകളുടെ പൂർണ്ണ സഹകരണത്തോടെ ഈ സൂചനാ പണിമുടക്കിലും മുന്നോട്ട് ചേംബർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തിയേറ്റർ ഉടമകളും ഉണ്ടാകും.